പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും കാണുന്നുണ്ട്. ഉണ്ട്. ഈ മകളാണ് എന്നുള്ള ഒരു കാര്യത്തിൽ അത് ഉറപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തുറന്നു പറയാൻ വേണ്ടി അതിൽ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? അതിനെന്താണ് ഒരു തെളിവായിട്ട് നിലവിലുള്ളത്? ഇപ്പോൾ തെളിവായിട്ടുള്ളത് എൻ്റെ ബ്ലഡാണ് എനിക്ക്. പിന്നെ എനിക്ക് എൻ്റെ അമ്മേനെ കൊന്നതിൻ്റെ ശിക്ഷിക്കപ്പെടണം. അമ്മേനെ കൊന്നവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇത്രയും വർഷങ്ങളായിട്ട് ഒരു ചീഫ് മിനിസ്റ്റർ ആയിരിക്കാണ് എൻ്റെ അമ്മ മരണപ്പെട്ടത്. എന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് ഇതുവരെയ്ക്കും ഒരു നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുനിത തൃശ്ശൂർ സ്വദേശി ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുകയുമാണ് ഒരു പരാതിയുമായി. എന്താണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു പരാതി കൊടുക്കാനുള്ള കാരണം? ഈ സമയത്ത് ഞാൻ എൻ്റെ അമ്മേനെ കൊല്ലണത് നേരിട്ട് കണ്ട ഒരു ദൃക്സാക്ഷ്യം കൂടിയാണ്. പിന്നെ ഞാൻ ഇവിടേക്ക് ഇത് ഇത്രയും നാൾ വരാതിരുന്നത് എനിക്ക് പേടിച്ചിട്ടായിരുന്നു. എന്ന് വെച്ചാൽ അമ്മേൻ്റെ കൂടെ നിന്ന ആൾക്കാർ തന്നെയാണ് അമ്മേനെ കൊന്നത്. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു സമൂഹത്തോട് പറയാൻ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം ഇവിടെ സ്വാമിജിനെ കാണാൻ HRDSൻ്റെ സ്വാമിനെ കാണാൻ വന്നതാണ്. പക്ഷെ സ്വാമിനെ കാണാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞാൻ അവിടുത്തെ സെക്രട്ടറി അജയ് കൃഷ്ണ സാറിനെയാണ് കണ്ടത്. അപ്പോൾ ആളാണ് എനിക്ക് എൻ്റെ മോട്ടിവേഷൻ തന്നത്. ആൾ പറഞ്ഞു, എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല, നിങ്ങളുടെ അമ്മയ്ക്ക് നീതി കിട്ടണം. ഈ മകളെന്ന നിലയിൽ എനിക്ക് അത് മാത്രമേ ചെയ്യാനുള്ളൂ. എൻ്റെ അമ്മയ്ക്ക് നീതി മേടിച്ചു കൊടുക്കാം. അതാണ് ഞാൻ പറയുന്നത്. ഈ മകളാണ് എന്നുള്ളൊരു കാര്യം എന്തുകൊണ്ടാണ് ഇത്രയും നാൾ അതൊരു തുറന്നു പറയാതെ? പേടിച്ചിട്ടാണ്. ഇപ്പോൾ തൃശ്ശൂർ സ്വദേശിയാണ്. എങ്ങനെയാണ് ഈ തൃശ്ശൂരിലേക്ക് എത്തിപ്പെട്ടത്? അത് MGRൻ്റെ സർവൻ്റ് മുഖാന്തരമാണ്. ഞാൻ അവിടെയാണ് വളർന്നത്. ഇപ്പോൾ പരാതിയിലൂടെ ചീഫ് ജസ്റ്റിസിനാണ് പരാതി നൽകിയിട്ടുള്ളത്. എന്താണ് ആ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്? എൻ്റെ അമ്മയ്ക്ക് നീതി മേടിച്ചു കൊടുക്കണം. എൻ്റെ അമ്മേരെ കൊലപാതകം ശശികലും മന്നാർകുടി മാഫിയാണ് എൻ്റെ അമ്മേനെ കൊന്നത്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് നീതി മേടിച്ചു കൊടുക്കണം. അത്രയേ ഉള്ളൂ. പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും കാണുന്നുണ്ട്. ഉണ്ട്. ഈ മകളാണ് എന്നുള്ള ഒരു കാര്യത്തിൽ അത് ഉറപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തുറന്നു പറയാൻ വേണ്ടി അതിൽ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? അതിനെന്താണ് ഒരു തെളിവായിട്ട് നിലവിലുള്ളത്? ഇപ്പോൾ തെളിവായിട്ടുള്ളത് എൻ്റെ ബ്ലഡാണ് എനിക്ക്. പിന്നെ എനിക്ക് എൻ്റെ അമ്മേനെ കൊന്നതിൻ്റെ ശിക്ഷിക്കപ്പെടണം. അമ്മേനെ കൊന്നവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇത്രയും വർഷങ്ങളായിട്ട് ഒരു ചീഫ് മിനിസ്റ്റർ ആയിരിക്കാണ് എൻ്റെ അമ്മ മരണപ്പെട്ടത്. എന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് ഇതുവരെയ്ക്കും ഒരു നീതി കിട്ടിയില്ല. അപ്പം സാധാരണക്കാരായ ഞാനൊരു മകള് എന്ന നിലയിൽ അതുകൊണ്ടാണ് പേടിച്ചിട്ട് പുറത്ത് കയറാൻ. അപ്പോൾ ഇനി എൻ്റെ അമ്മയ്ക്ക് നീതി കിട്ടണം. ഓക്കെ, ഈ വിഷയത്തിൽ നീതി ലഭിക്കുന്നതിനൊപ്പം തന്നെ മകളാണ് എന്ന് തെളിയിക്കേണ്ട സാഹചര്യം കൂടി ഇനി മുന്നോട്ട് പോകുമ്പോൾ വരുമല്ലോ. അപ്പോൾ അതിനായിട്ട് എന്തെങ്കിലും നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ടോ? എനിക്കിപ്പോൾ എൻ്റെ അമ്മയുടെ കൊലപാതകം കണ്ടുപിടിക്കണം. അമ്മയ്ക്ക് നീതി മേടിച്ചു കൊടുക്കണം. പിന്നെ ഞാൻ മകളാണെന്നുള്ള തെളിവ് എൻ്റെ അമ്മയ്ക്കറിയാം. KR മിഥുനൊപ്പം മിജി ജോസ്, മനോരമ ന്യൂസ്, ഡൽഹി.